നമസ്തേ, ഞാൻ അനൂപ് പെരുമ്പാവൂര്. ഇന്ന് നമുക്ക് സ്മോക്കർ കത്തിക്കണ എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇടുന്ന എന്തൊക്കെയാണെന്ന് പലർക്കും സംശയം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ചകിരി, പൊതിച്ച ചകിരി നമ്മൾ ഇങ്ങനെ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ആ കട്ട് ചെയ്തെടുത്ത പീസുകളാണ് നമ്മൾ ഇതിനകത്ത് ഇടുക. അപ്പോൾ തീക്കനലൊക്കെ ഉണ്ടെങ്കിൽ തീക്കനൽ ഇട്ടിട്ട് ഇത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തിക്കോളും. ഇല്ലെങ്കിൽ ലൈറ്ററും കൊണ്ട് നമ്മൾ ഒരു ചകിരിയുടെ നല്ല കടഭാഗം നോക്കി എടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് പതുക്കെ ഒന്ന് അങ്ങോട്ട് ലൈറ്ററും കൊണ്ട് തെളിച്ച് കത്തിച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും അടിയിൽ വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് നന്നായിട്ട് ഊതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആടിയിൽ നിന്ന് പോലെ തീ പിടിച്ച് കയറിക്കോളും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചുറ്റും കുറച്ച് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യാറുണ്ട്, മതി, ഒരു മീഡിയം പ്രസ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ തീ നന്നായിട്ട് കയറിക്കോളും. ഓക്കെ, അതിന് ശേഷം നമുക്കിത് അടയ്ക്കാം. ഈ സ്റ്റൂളിലൊക്കെ വയ്ക്കുമ്പോൾ നമ്മളൊരു കോലൊക്കെ വെച്ചിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ സ്റ്റൂളൊക്കെ ഉരുകി പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത്രയും വട്ടത്തിൽ ചിലപ്പോൾ തുളയുണ്ടാവും സ്റ്റൂളിൽ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ഇപ്പോൾ ഇത് ആദ്യം ഇപ്പോൾ കത്തിച്ചോളൂ, അതുകൊണ്ട് ഇതിന് വലിയ ചൂടൊന്നും ആയിട്ടില്ല. പക്ഷേ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇതേ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൈയൊക്കെ പൊള്ളി പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കേണ്ടതാണ്. അപ്പോൾ ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്കൊന്നും കയറി പിടിക്കരുത്. ഇപ്പോൾ ഇത് അലുമിനിയം ആയതുകൊണ്ടൊക്കെ ഭയങ്കര ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇതാണ് സ്മോക്കർ. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പതുക്കെ ഒന്ന് അങ്ങനെ സ്മോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈച്ച ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപാട് ശല്യം ചെയ്യില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറിയിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മോക്കർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ശല്യമില്ലാതെ നമുക്ക് പണിയാൻ പാകത്തിനുള്ള ഒരു സാഹചര്യം കിട്ടും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്വാമിങ്ങിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ. തേനീച്ച നമ്മൾ ഡിവിഷനൊന്നും ചെയ്തില്ലെങ്കിൽ ഈ വളർച്ചക്കാലത്ത് നന്നായിട്ട് പൂമ്പൊടിയൊക്കെ വന്നു തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് പൂമ്പൊടിയൊക്കെ കളക്ട് ചെയ്ത് വെക്കും. തേനീച്ച നന്നായിട്ട് വളർന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് പിരിഞ്ഞു പോകും. സ്വാഭാവികമായിട്ട് അത് പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിനാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഒരു പെട്ടി രണ്ടായിട്ട് തിരിക്കും എന്നുള്ളതാണ് ഈ ഡിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു നമുക്ക് നോക്കാം, കാണിച്ചു തരാം അത് കൃത്യമായിട്ട്. അപ്പോൾ നമ്മൾ പെട്ടി നിറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിവിഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. പെട്ടി നിറച്ച് ഈച്ചയുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പെട്ടി അയച്ചു, ശ്രദ്ധിച്ചൊക്കെ വേണം ചെയ്യാൻ. ഈച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെയൊക്കെ ഇരിക്കണമെന്ന് ഞെങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ കൊത്തു കൊടുക്കും. പിന്നെ നമുക്ക് പണിയാൻ പറ്റില്ലാത്ത സാഹചര്യം വരും. അപ്പോൾ വളരെ കെയർ ആയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഈച്ച ഇരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമുക്കൊന്ന് പൊക്കി നോക്കാം. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ അനക്കി കഴിയുമ്പോഴത്തേക്കും ഈ കുറച്ച് മെഴുകൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിടും. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ഈച്ചയുണ്ട് കണ്ടോ, അടപ്പിലൊക്കെ നന്നായിട്ട് ഈച്ചയുണ്ട്. കാണിച്ചു തരാം, കണ്ടോ. ഇത് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ട്. നന്നായിട്ട് ഈച്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ മുകളിലേക്ക് പാളി പുതിയതായിട്ട് പണിതൊക്കെ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഡിവിഷൻ ചെയ്യാൻ പാകത്തിന് റെഡി ആയിരിക്കുന്ന ഒരു പെട്ടിയാണ്. നല്ല രീതിയിൽ ഈച്ചയുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് നന്നായിട്ട് ഈച്ച ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. സാധാരണ രീതിയിൽ അടിപ്പെട്ടിയിൽ നിന്ന് മുകളിലേക്ക് ഈച്ച അടപ്പിലേക്ക് കയറുന്ന സമയത്ത് ഇപ്പോൾ ഇത് എക്സ്ട്രാ സൂപ്പർ വെച്ചിരിക്കുന്നതാണ് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതില്ലെങ്കിൽ അല്ലെങ്കിൽ ആ സൂപ്പറിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പാകത്തിനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക, തുറന്ന് നോക്കുന്നവരെയൊക്കെ വലിയ കുഴപ്പമില്ല. ഇനി നമ്മൾ നോക്കിയും കണ്ട് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൊപ്പിയൊക്കെ വയ്ക്കുകയാണ്. ഓക്കെ, സെറ്റായോ? അപ്പോൾ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പാകത്തിനുള്ള ഒരു അവസ്ഥ കിട്ടും. ഇപ്പോൾ ഫുൾ കൈ ഷർട്ട് നമ്മൾ കൈയൊക്കെ ഇവിടെ മുറുക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇപ്പോൾ ഈ കൈയിൻ്റെ ഇത്രയും ഭാഗത്താണ് കൊത്താനുള്ള സാധ്യതകൾ കൂടുതലുള്ളൂ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നമുക്കത് വലിയ പ്രശ്നമില്ലാതെ നടക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു സൂപ്പറുണ്ട്. അപ്പോൾ നല്ല ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ സൂപ്പർ നിർത്തിയാണ്. അതിനകത്ത് തേൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം ഞാൻ നിർത്തിയതാണേ. ശരിക്കും ഈ സൂപ്പറൊക്കെ മാറ്റാവുന്ന സമയമൊക്കെയാണ്, പക്ഷേ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടാൻ സൂപ്പർ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നിർത്തിയേക്കണതാണ്. ഈ ഒരു സൂപ്പറോട് കൂടി നമ്മളിങ്ങ് മാറ്റി വെച്ചു. കണ്ടോ, നമ്മുടെ പെട്ടികളിൽ സാധാരണ രീതിയിൽ 6 റാക്കാണുള്ളത്. ഏകദേശം ഒരേ അകലത്തിൽ വേണം നമ്മൾ റാക്ക് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് കൃത്യമായിട്ടുള്ള അകലം പാലിച്ച് അവർ പാളി പണിയൊക്കെ അടപണിയൊക്കെ ചെയ്യുള്ളൂ. ഇപ്പോൾ ഇത് നിറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഈ സൈഡിൽ എക്സ്ട്രാ ഒരെണ്ണം പിടിപ്പിക്കാനുള്ള ആ ഗ്യാപ്പ് ഉള്ളതിനനുസരിച്ച് അവർ പണിത് വെച്ചിട്ടൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെട്ടിയാണ്. നമുക്ക് ഒന്ന് നോക്കാം. ഡിവിഷൻ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 പാളി 2 പെട്ടിയിലാക്കിയായിട്ട് മാറ്റിയാണ് ചെയ്യുന്നത്. ഒരെണ്ണം ഈ പെട്ടി തന്നെ, ഒരെണ്ണം നമ്മൾ വേറെ പെട്ടിയിലേക്കും ഇത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇടതുവശത്തു നിന്നാണ് നമ്മൾ സാധാരണ ഏറ്റവും പഴയ പാളി ഇടതുവശത്താണ്. നമ്മുടെ പെട്ടിയിലൊക്കെ അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇടതുവശത്തെ പാളി ഏറ്റവും പഴയതും വലതുവശത്തെ പാളി ഏറ്റവും പുതിയതും ആ ഒരു രീതിയിലായിരിക്കും എൻ്റെ പെട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ ലെഫ്റ്റിലെ ഫസ്റ്റ് പാളി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പെട്ടിയിലേക്ക് മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാളി എടുത്തിട്ട് നോക്കിയതിന് ശേഷം റാണി ഉണ്ടോ എന്ന് നോക്കിയ ശേഷം ഈ പെട്ടി തന്നെ വയ്ക്കുന്നു. മൂന്നാമത്തെ പാളി നമ്മൾ അടുത്ത പെട്ടിയിലേക്ക് മാറ്റുന്നു. ഇടവട്ട പാളികളാണ് നമ്മൾ പുതിയ പെട്ടിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ പുതിയതും പഴയതുമായിട്ട് ഇടകലർത്തി രണ്ട് പെട്ടിയിലും ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയല്ല, ഇപ്പോൾ റാണി ഉള്ള റാക്ക് ഏതാണോ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന പെട്ടി ഏതാണോ ആ ഒരു പെട്ടിയിലേക്കായിരിക്കും റാണിയെ നമ്മൾ വയ്ക്കുക. റാണിയെ ആയിരിക്കും നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുക. ഇവിടെയുള്ള പെട്ടിയിൽ റാണി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റാണീനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ദൗത്യം. ഓക്കെ, നമ്മൾ ഡിവിഷൻ ചെയ്യാനായിട്ട് നമ്മൾ കാലിപ്പെട്ടി ഒരെണ്ണം കൊണ്ടുവന്ന് വെച്ചിട്ട് കാലിപ്പെട്ടി അഴിച്ച് അതിൻ്റെ അടപ്പൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ റാക്ക് പുറത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ പെട്ടിയുടെ എൻട്രൻസ്, അതായത് നമ്മൾ ഡിവിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെട്ടിയുടെ പുറകിൽ നിന്നിട്ടായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ഫ്രണ്ടിൽ നിന്ന് അവരുടെ ഡോറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് തടസ്സം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കൊത്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പുറകിൽ നിന്നായിരിക്കും എപ്പോഴും പെട്ടി കൈകാര്യം ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വയ്ക്കുന്ന പെട്ടി, അതായത് ഈ റാക്ക് എടുത്തിട്ട് വേറെ പെട്ടിയിലേക്ക് വെക്കണം എന്ന് പറഞ്ഞല്ലോ, ആ പെട്ടിയുടെയും പുറകുവശത്തായിരിക്കും നമ്മൾ നിൽക്കാൻ പാകത്തിനായിരിക്കും അറേഞ്ച് ചെയ്യുക. അപ്പോൾ അങ്ങോട്ട് തിരിച്ചായിരിക്കും, നമ്മുടെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിൻ്റെ എൻട്രൻസ് വരിക. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ച് വയ്ക്കുക. ഓക്കെ, അതിനുശേഷം പതുക്കെ സ്മോക്കർ ഇടുക. പതുക്കെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുക. ഒരുപാട് ശക്തിയിൽ പെട്ടെന്ന് ആഞ്ഞു നൂതണ്ട. പതുക്കെ ഒരു മയത്തിന് സ്മോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് ആ ഒരു തീയുടെ ഒരു പുകയൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ആ ഒരു ഫീൽ കിട്ടും. പൊതുവെ അതിൻ്റെ ഒരു ഇത് എല്ലാവർക്കും അവർ ഉടനെ തന്നെ അതിൻ്റെ ഒരു റിപ്പോർട്ട് അവർ കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ സാവധാനം ആദ്യത്തെ പാളി എടുക്കുമ്പോൾ നമ്മൾ അരുമൂലൊന്നും ഈച്ചയൊക്കെ ഞെങ്ങാതെ വളരെ സാവധാനം പതുക്കെ സ്മോക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് ശ്രദ്ധിച്ച് എടുക്കുക എന്നുള്ളതാണ്. ഇതുണ്ടോ, ഡിവിഷൻ ചെയ്യാറായ പെട്ടിയുടെ ഒരു പ്രത്യേകതയാണിത്. അതായത് ഈ കാണുന്നത്, ഇതിനകത്ത് ഈ കാണുന്നതൊക്കെ പെണ്ണീച്ചയുടെ മുട്ടയും ഈ കാണുന്നതൊക്കെ ആണീച്ചയുടെ മുട്ടയാണ്. ആണീച്ചയുടെ മുട്ട കണ്ടോ, പ്രൊജക്റ്റ് ചെയ്ത് കുറച്ചുകൂടി വലുതായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ കളർ ചേഞ്ച് കണ്ടോ, ഈ ഒരു കളർ ചേഞ്ച് ആണീച്ചയുടെ മുട്ടയ്ക്ക് ഉണ്ടാവുള്ളൂ. നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്വാമിങ്ങിന് വേണ്ടിയിട്ട് അവർ സെല്ല് ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ ഒരു ഡിവിഷൻ ചെയ്യാൻ റെഡിയായി എന്നുള്ളതാണ്. ഈ ആണീച്ചയുടെ മുട്ട കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഇവർ സ്വാം ചെയ്യാൻ റെഡി ആകുമ്പോഴാണ് ഈ ആണീച്ചയുടെ മുട്ടയൊക്കെ കൂടുതൽ ഉണ്ടാക്കുക. കാരണം ഡിവിഷൻ ചെയ്ത് പോകണം എന്നുള്ള ഒരു പരിവും വരുമ്പോൾ, അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഡിവിഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും ഗ്രോത്ത് ഉള്ള ഒരു പെട്ടിയാണ് നമ്മൾ ഡിവിഷൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി അവർ സെല്ലിൻ്റെ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞു, അടച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ സെല്ലിൻ്റെ ബേസാണ്, ഇത് സെല്ലിൻ്റെ ബേസാണ്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി സെല്ലിൻ്റെ ബേസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് സ്വാമിങ്ങിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പെട്ടിയാണ്. അപ്പോൾ ഈ ആഴ്ച നമ്മളിത് ഡിവിഷൻ ചെയ്തില്ലെങ്കിൽ അടുത്ത ആഴ്ചയാണ് നമ്മൾ ഡിവിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് ചിലപ്പോൾ സ്വാം ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. റാണി ഉണ്ടോയെന്നാണ് നോക്കുന്നത്. നമ്മൾ ഈ പെട്ടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ അടുത്ത ഒരു റാക്ക് എടുക്കുകയാണ്. കണ്ടോ, ആ അരുത്തിരുന്ന ആ ഒരു റാക്കിൻ്റെ നിന്ന് നമ്മൾ വ്യത്യാസം കണ്ടോ. അപ്പോൾ ഇതിനകത്ത് നോക്കുന്ന സമയത്ത് ഇതേ ആണീച്ചയുടെ മുട്ട വളരെ കുറവാണ്, പക്ഷേ അതേസമയം പെണ്ണീച്ചയുടെ മുട്ട നന്നായിട്ടുണ്ട് താനും അല്ലേ. അപ്പോൾ ആ അരുവത്തുള്ള റാക്കിലായിരിക്കും എപ്പോഴും ആണീച്ചയുടെ മുട്ട കൂടുതലായിട്ട് വരാനുള്ള സാധ്യത. അതായത് ഏറ്റവും അരുവത്തിരിക്കണ റാക്കിലായിരിക്കും കൂടുതൽ വരാൻ സാധ്യത. അവർ ഈ ഒരു സമയം കഴിയുമ്പോൾ അതിനകത്തേക്ക് അവരെന്ത് ചെയ്യും, അവർ തേൻ ഫീഡ് ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ആ വലിയ ഇതിൻ്റെ ആണീച്ചയുടെ വലിപ്പം കൂടുതൽ ഉള്ളതിനനുസരിച്ച് വലിയ സെല്ലായിരിക്കും അവർ പൊതുവെ ആണീച്ചേനെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ റാണി ആ ഒരു വലിപ്പം നോക്കിയിട്ടാണ് അതിനകത്ത് മുട്ടയിടുക. അപ്പോൾ വലിപ്പം കൂടുതലുള്ള ആ ഒരു സെല്ലിൽ ആണീച്ചയുടെ മുട്ടയും വലിപ്പം കുറവുള്ള സെല്ലിൽ പെണ്ണീച്ചയുടെ മുട്ടയാണ് റാണി ഇടുക. അപ്പോൾ അതിൻ്റെ ആ ഒരു സെല്ലിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയിട്ടാണ് റാണി എന്ത് ചെയ്യുന്നത്, മുട്ടയിടുന്നത്. അപ്പോൾ റാണി ഏത് മുട്ടയിടണമെന്ന് തീരുമാനിക്കുന്ന ആരാ, പെണ്ണീച്ചകളാണ്. അതാണ് വർക്കർ ബി ആണ് ഇതിൻ്റെ കാര്യങ്ങൾ. അതായത് ഈ പറയുന്ന ഒരു കൂട്ടിൽ പറഞ്ഞു, ഒരു റാണിയും 100 കണക്കിന് ആണീച്ചകളും 10,000 കണക്കിന് പെണ്ണീച്ചകളുമാണ് ഉള്ളത്. അപ്പോൾ ആ 10,000 കണക്കിന് പെണ്ണീച്ചകൾ ഒറ്റക്കെട്ടായിട്ട് എടുക്കുന്ന തീരുമാനമാണ് ഈ പറയുന്ന റാണി ഏത് മുട്ടയിടണം, എങ്ങനത്തെ മുട്ട കൂടുതലിടണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. കാര്യങ്ങളൊക്കെ ആരാണ്, പെണ്ണീച്ചകളാണ് തീരുമാനിക്കുക. ഓക്കെ, അല്ലെങ്കിൽ വർക്കർ ബി ആണ് തീരുമാനിക്കുക. സാധാരണ രീതിയിൽ മനുഷ്യനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു 10 പേര് കൂടി ഒരു തീരുമാനം എടുക്കാൻ പറ്റുക എന്ന് പറയുന്നുണ്ടെങ്കിൽ 10 അഭിപ്രായങ്ങളായിരിക്കും അല്ലേ.
പക്ഷേ ആ കാര്യത്തിലൊക്കെ തേനീച്ചയെ കണ്ട് പഠിക്കണം എന്നാണ് പറയണേ. അപ്പോൾ ഇവര് ഇത്രയും 10,000-കണക്കിന് ഈച്ചകൾ ചേർന്നിട്ടാണ് ആ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഐക്യം എന്ന് പറഞ്ഞാൽ ചെറുതല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതിനകത്ത് റാണിയെ കണ്ടില്ല. ഞാൻ ഈ പെട്ടി അല്ല, ഈ റാക്ക് നമ്മൾ ആ പഴയ പെട്ടിയിലേക്ക് തന്നെ വെക്കുകയാണ്. രണ്ടാമത്തെയാണ് റാക്ക് ഇത്. അടുത്ത റാക്ക് എടുക്കുകയാണ്. ഈ ഒരു സമയത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ കൂട്ടില്, അതായത് സ്വാം ചെയ്ത് പോകാനുള്ള ഒരു സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം മുട്ടയിട്ട് ഫില്ല് ചെയ്തിട്ടായിരിക്കും റാണി പോവുക. അപ്പോൾ ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈച്ച ഇഷ്ടമാതിരി ഇറങ്ങാൻ പാകത്തിനുള്ള ലെവലിലേക്ക് വരും. എല്ലാ സെല്ലിലും മുട്ട ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കംപ്ലീറ്റ് സെല്ലിലും മുട്ടയിട്ട് വിരിയാൻ റെഡി ആക്കിയിട്ടായിരിക്കും റാണി ഇവിടുന്ന് ഉള്ള പകുതി ഈച്ചനെയും പകുതി കൂടുതൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉള്ള ഈച്ചനെയും കൂടി പോകുന്നത്. ഇല്ലെങ്കിൽ ഈ കൂടിൻ്റെ സ്ട്രെങ്ത് കുറയില്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആണ്. അവരിവിടുന്ന് പോയാലും ഈ കൂട് സ്ട്രോങ് ആയിട്ട് നിലനിൽക്കണം എന്നുള്ളതാണ് അവരുടെ ആ ഒരു തിയറി. അപ്പോൾ അതനുസരിച്ച് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടായിരിക്കും റാണി ഇവിടുന്ന് പോവുക. ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന സമയമായിരിക്കും. അപ്പോൾ ആ പോവാറാവുമ്പോഴത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സെല്ലിലും മുട്ടയിട്ട് നിറച്ചതിന് ശേഷമായിരിക്കും ഇവിടുന്ന് പിരിഞ്ഞു പോവുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു നല്ലൊരു ഗ്രോത്താണ് പിന്നെ കിട്ടാൻ പോണത്. കാരണം ഇപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടുപോയാലും ഉടനെ തന്നെ ആ ഈച്ചകളൊക്കെ നിറച്ചിങ്ങ് വിരിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ പെട്ടി ഗ്രോത്ത് ആയിട്ട് വരുന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഡിവിഷൻ ചെയ്യാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്തും റാണിയെ കണ്ടില്ല. ഈച്ച കൂടുതലുള്ളപ്പോൾ റാണിയെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഈച്ച കുറവാണെങ്കിൽ റാണിയൊക്കെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു പരിധി വരെയൊക്കെ സാധിക്കും. പക്ഷേ ഈച്ച നന്നായിട്ടുള്ള പെട്ടികളിൽ നമുക്ക് റാണിയെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാളി എടുക്കുമ്പോൾ മിക്കവാറും റാണികൾ നമ്മൾ അനക്കുന്ന ഭാഗത്തു നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പതുക്കെ നീങ്ങി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മിക്കവാറും പെട്ടികളിൽ ഏറ്റവും ലാസ്റ്റത്തെ പാളിയിലേക്കാണ് പൊതുവെ റാണിനെ കാണാൻ സാധ്യത കൂടുതൽ. ഈ അവസാനത്തെ പാളി അവിടെ എക്സ്ട്രാ ഓവർ ഉണ്ടാക്കിയത് സൈഡിൽ പെട്ടിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറയുന്ന ഈച്ച നമ്മളെ ശല്യം ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് പതുക്കെ കട്ട് ചെയ്ത് വേറെ ഈച്ചയ്ക്കൊന്നും ഒരനക്കവും വരാത്ത രീതിയിൽ അത് കട്ട് ചെയ്ത് ശ്രദ്ധിച്ച് അതിന് ശേഷം നമ്മൾ റാക്ക് പൊക്കുക. ഇപ്പോൾ ഈ പെട്ടിക്കകത്ത് കുറേ ഈച്ചകളുണ്ട്. ഒരുപക്ഷെ റാണി അതിനകത്ത് വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. നമ്മൾ ഈച്ച കൂടുതലുള്ളപ്പോൾ റാണി എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ചില സമയത്തൊക്കെ ഈ തീറ്റ വയ്ക്കുന്ന ആ ചിരട്ടയിൽ വരെ റാണീനെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ റാണി എവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് ഇന്ന സ്ഥലത്ത് ഉണ്ടാവുമെന്നൊന്നും പറയാനില്ല. റാണി ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഉണ്ടാവാം. ഈ കൂട്ടിൽ എവിടെ വേണമെങ്കിലും റാണി സഞ്ചരിക്കും. റാണി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കോമൺ ആയിട്ട് നിൽക്കുകയല്ല, പല സ്ഥലത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും എപ്പോഴും റാണി. പ്രത്യേകിച്ച് ഒരു സെല്ലൊക്കെ റെഡിയാക്കിയിട്ടുണ്ടോ, മുട്ടയാക്കാൻ വേണ്ടിയിട്ട് സെല്ല് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ എപ്പോഴും എന്ത് ചെയ്യും, നോക്കിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല, സെല്ലൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ റാണി പോയിട്ട് അതിനകത്ത് മുട്ടയിടും. മുട്ടയിട്ട് കഴിയുമ്പോഴത്തേക്കും പെണ്ണീച്ചകൾ ആ ഒരു മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള റോയൽ ജെല്ലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിനകത്ത് പതുക്കെ ഫില്ല് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫില്ല് ചെയ്ത് അത് മുട്ട വിരിഞ്ഞ് ലാർവി ആയി കഴിഞ്ഞിട്ട് റോയൽ ജെല്ലിയും അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള ബീ ബ്രെഡ്, അതായത് പൂമ്പൊടിയും തേനും കൂടി മിശ്രിതമൊക്കെ അതിനകത്ത് ആ സെല്ലിൽ നിറച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, അത് സീൽ ചെയ്ത് ആ സമാധി സ്റ്റേജിൽ ഇരുന്ന് അത് വിരിഞ്ഞ് പുറത്തിറങ്ങും. പെണ്ണീച്ചകൾ മുട്ടയിട്ടതിന് ശേഷം പെണ്ണീച്ചകൾ വിരിഞ്ഞ് പുറത്തിറക്കാനായിട്ട് ഏകദേശം വേണ്ടത് ഒരു 21 ദിവസത്തോളമാണ്. അതുപോലെ തന്നെ ആണീച്ചകളാണെങ്കിൽ ആ ഒരു സമയത്ത് 24 ദിവസം കൊണ്ടാണ് ആണീച്ചകൾ പുറത്തിറങ്ങുക. അതേസമയം റാണിയാണെങ്കിലോ, റാണിക്ക് മാക്സിമം 16 ദിവസം വരെ മതി എന്നാണ് പറയുന്നത്. കാരണം റാണിക്കുള്ള ഫുഡ് സ്പെഷ്യൽ ഫുഡാണ്, രാജകീയ ഭക്ഷണമാണ്, റോയൽ ജെല്ലി എന്ന് പറയും. അപ്പോൾ ആ ഒരു ഫുഡ് കഴിക്കുന്നത് കൊണ്ട് റാണിക്ക്, അതായത് പെണ്ണീച്ചയായിട്ട് വരേണ്ട ഈച്ചയാണ് റാണിയായിട്ട് മാറുക. ആ റാണിയുടെ വലിപ്പം, പെണ്ണീച്ചയുടെ 2.5 ഇരട്ടിയോളം വലിപ്പം ആ റാണിക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ റാണി നല്ല ഗ്ലാമർ ആയിരിക്കും. റാണിയുടെ ആയുസ്
പെണ്ണീച്ചകൾക്ക് ഒരു 45 മുതൽ ഒരു 90 ദിവസം വരെയാണ് ആയുസെങ്കിൽ റാണിയെ സംബന്ധിച്ചിടത്തോളം റാണിയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ 3 വർഷത്തിന് മീതിയാണ്. അപ്പോൾ അത്രയും ആയുസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആ ഒരു റോയൽ ജെല്ലി എന്ന് പറയുന്ന ആ ഒരു രാജകീയ ഭക്ഷണം റാണിക്ക് കിട്ടുന്നതുകൊണ്ടാണ്. അത് തേനീച്ചകളുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫുഡ് തന്നെയാണത്. എല്ലാ തേനീച്ചകളും കിട്ടുന്നുണ്ട്. പക്ഷേ പുഴുവായിട്ട് വരുന്ന സമയത്ത് ഒരു 2 ദിവസമൊക്കെ ആയിരിക്കും റോയൽ ജെല്ലി എല്ലാ ഈച്ചയ്ക്കും കൊടുക്കുക. പക്ഷേ അതിനുശേഷം ബീ ബ്രെഡ് ആയിരിക്കും കൊടുക്കുക. റാണിക്ക് അതേസമയം റോയൽ ജെല്ലി മാത്രമാണ് ഫുഡായിട്ട് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ 21 ദിവസം കൊണ്ട് വിരിയേണ്ട ഈച്ച അല്ലെങ്കിൽ ഒരു പെണ്ണീച്ചയുടെ സ്ഥാനത്ത് വെറും 16 ദിവസം കൊണ്ട് റാണിയായിട്ട് ആ ഈച്ച പരിണമിച്ച് പുറത്തിറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അത്രത്തോളം ക്വാളിറ്റിയുള്ള ഒരു ഫുഡാണ് റോയൽ ജെല്ലി എന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രത്യേകത, റാണിയുടെ പ്രത്യേകത എന്തൊക്കെയാ? റാണിക്ക് 2 ഇരട്ടി വലുപ്പം ഉണ്ടാവും. റാണിയുടെ കളറ് നല്ല ഗ്ലാമർ, നല്ല സ്വർണത്തിൻ്റെ കളറായിരിക്കും ഉണ്ടാവുക. നല്ല ഗ്ലാമറാണ്. അതുപോലെ തന്നെ ഈ കൂട്ടിനകത്ത് മുഴുവൻ മുട്ടയിടുന്നത് ആരാണ്? റാണിയാണ്. ഇൻഫെർട്ടിലിറ്റിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ റോയൽ ജെല്ലി പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ക്വാളിറ്റി ഉള്ളൊരു ഫുഡാണ് റോയൽ ജെല്ലി. അതുപോലെ നമുക്ക് നല്ല ഗ്ലാമറൊക്കെ ഉണ്ടാവാനും നല്ല ആയുസ് കിട്ടാനും ഒക്കെ റോയൽ ജെല്ലി വളരെ എഫക്റ്റീവാണെന്നാണ് പറയുന്നത്. ഒരുപാട് സിനിമാ നടന്മാരൊക്കെ റോയൽ ജെല്ലി കഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. റോയൽ ജെല്ലിയൊക്കെ റോയൽ ജെല്ലി നമുക്ക് കിട്ടാൻ ഉണ്ട്. നമുക്ക് നമ്മളുടെ ഈ ഈച്ചയിൽ നിന്നൊക്കെ പൊതുവെ അതിൻ്റെ ഒരു അളവ് കിട്ടുന്നത് കുറവാണ്. പക്ഷേ ഇറ്റാലിയൻ ബീയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ റോയൽ ജെല്ലി കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ റോയൽ ജെല്ലി എടുക്കുന്ന ആളുകളുണ്ട്. സെയിലിന് വേണ്ടിയിട്ട് റോയൽ ജെല്ലി കളക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. റാക്കിൽ റാണീനെ കണ്ടില്ല. നമുക്ക് പെട്ടിയിലൊക്കെ ഉണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഉണ്ടോ ഈച്ചകൾ മാറണുണ്ടോ? സ്മോക്ക് ചെയ്യുമ്പോൾ ഈച്ചകൾ മാറണുണ്ടോ? ഇതൊക്കെ ആണീച്ചയുടെ മുട്ടയാണ്. ഇതൊക്കെ പെണ്ണീച്ചയുടെ മുട്ടയും. വ്യത്യാസം കണ്ടോ? അതിൻ്റെ വലിപ്പത്തിൻ്റെ വ്യത്യാസം കണ്ടോ? അത് ആ ഒരു ലെവലിൽ ഇത് ആണീച്ചയുടെ മുട്ടകളെല്ലാം ബൾജ് ചെയ്തിരിക്കും. അതുപോലെ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ഉണ്ട് ഒരു കുത്ത് പോലെ. അങ്ങനത്തെ ഒരു പ്രത്യേകത ഈ ആണീച്ചകളുടെ മുട്ടയ്ക്കുണ്ട്. എന്തായാലും റാണീനകത്ത് നമ്മൾ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത് എവിടെയാണോ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആ സൂപ്പറിലേക്ക് ഒന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ സൂപ്പറിൻ്റെ ഇതിങ്ങ് പൊക്കി കഴിഞ്ഞപ്പോൾ കണ്ട ഒരു അവസ്ഥയാണിത് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ പാളിയൊക്കെ മുകളിലേക്ക് അവർ പണിത് അതിനകത്ത് തേൻ നിറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. കാരണം അത് പതുക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയലിക്കിടാൻ പറ്റിയൊരു സാഹചര്യമൊക്കെ നമുക്ക് ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്തുള്ള കാര്യം. അപ്പം അത് നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള സമയമില്ല, ഞാനൊന്ന് ആസ്വദിച്ച് കാണിച്ചു തരാം. സാവധാനം ആ സ്മോക്ക് ചെയ്തിട്ട് ഈച്ചേനെ മാറ്റിയതിന് ശേഷം നമ്മൾ ആ കഷ്ണം എടുക്കുക, പീസ് എടുക്കുക. കണ്ട, ഇതാണ് കോമ്പ് ഹണി. കണ്ടോ, ഇതാണ് ഈ പാളി തന്നെ ഉള്ള ഹണിയാണ് കോമ്പ് ഹണി. കോമ്പ് ഹണി എടുത്തിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ വയലിക്കിടുക. സാവധാനം കുറേശ്ശെ വേണോട്ട് ഇറക്കാൻ. ആക്രാന്തം കാണിക്കരുതേ. ആക്രാന്തം കാണിച്ചാൽ എന്ത് പറ്റുമെന്നറിയാമോ? നമ്മുടെ തൊണ്ടയിൽ കെട്ടും. തൊണ്ടയിൽ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പെട്ടെന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ സീരിയസ് ആയിട്ടൊക്കെ മാറാനുള്ള സാഹചര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ. അപ്പോൾ പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ, വലിയ ആളുകൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ തേൻ തൊണ്ടയിൽ കെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസം കിട്ടാത്തൊരവസ്ഥയും വരാനും അത് വളരെ അപകടകരമായിട്ടുള്ള രീതിയിലേക്കൊക്കെ മാറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വരാതെ ശ്രദ്ധിക്കുക. ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പെട്ടെന്ന് വിഴുങ്ങാതിരിക്കുക എന്നുള്ളതാണ്. കുറേശ്ശെ നമുക്ക് ആ ഒരു ഉമിനീരിൻ്റെ കൂടെ അലിയിച്ച് കുറേശ്ശെ വേണം ഇറക്കാനായിട്ട്. ഇതുപോലെ കുറേ ഉണ്ട്. കട്ട് ചെയ്ത് കുറച്ച് നമുക്ക് എടുക്കാം. കട്ട് ചെയ്ത് മാറ്റണം, തടസ്സമാണ് നമുക്കല്ലെങ്കിൽ. അപ്പോഴും അതങ്ങനെ ബൈജ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പണിയാനൊക്കെ നമുക്ക് തടസ്സം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം എന്നുള്ളതാണ്. ഇതൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് തുടങ്ങിയുള്ളൂ. അപ്പോൾ അതിനകത്തൊന്നും കാര്യമായിട്ട് തേനില്ല. അപ്പോൾ അതൊക്കെ ചുമ്മാ ഇട്ടിട്ട് നമുക്ക് വിഴുങ്ങാവുന്നതാണ്. പിന്നെ ഇതൊക്കെ വിഴുങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഇതിൻ്റെ ഈ പാടിയുടെ ഈ സെല്ലിൻ്റെ ഉള്ളിൽ ഈച്ചയൊക്കെ ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഈച്ചയൊക്കെ നമ്മുടെ വായിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നാക്കിലൊക്കെ കൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാക്ക് പെട്ടെന്ന് നീര് വയ്ക്കാനും അങ്ങനെ നീര് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശ്വാസം കിട്ടാത്ത ഒരവസ്ഥയിലേക്കൊക്കെ മാറാനൊക്കെ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും ഈച്ച വായി കയറി കുത്താനുള്ള അവസരം ഉണ്ടാക്കരുതെന്നുള്ളതാണ്. ചിലപ്പോൾ മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള പ്രശ്നമായിട്ടൊക്കെ മാറാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. കാരണം നീര് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നീര് ഇറങ്ങി പോകില്ല.
ആ ഒരു നീര് കുറയാൻ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ പ്രത്യേകിച്ച് നാക്ക് അല്ലെങ്കിൽ മുഖത്തൊക്കെ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നീര് വരും. അപ്പോൾ നമ്മൾ കയ്യെ കുത്തുമ്പോൾ ഉള്ള പ്രശ്നം പോലെ അല്ല, നാക്കിനും മുഖത്തൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നന്നായിട്ട് നീര് വെച്ച് ഒരുപാട് വീർത്തൊക്കെ വരും. അപ്പോൾ അതൊരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ ഇതിനകത്ത് ഈച്ച ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ വായിലേക്ക് ഇടാനായിട്ട്. ഇതിനകത്തൊരു ഈച്ച ഇരുന്ന് ഈ സാധനം വായി ചെന്ന് കഴിഞ്ഞിട്ട് ഇത് ഇറങ്ങി നമ്മുടെ നാക്കിലേക്കൊക്കെ കൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം അത് ഭീഷണിയാണ്. ഓക്കെ, ഇതിനകത്ത് ഈച്ചൊന്നും ഇല്ല. ഏതായാലും ഓ സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ എന്തേ പറയാത്തതെന്ന് വിചാരിക്കണ്ടാവും, എനിക്കറിയാം. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാണ്ടല്ലോ, പാളിയിൽ നിന്ന് എടുത്തങ്ങ് കഴിക്കാൻ എന്താ സെറ്റപ്പ്. പ്രത്യേകിച്ച് ഇച്ചിരി വിശന്നൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ സൂപ്പർ. അപ്പം നിങ്ങളിത് കണ്ട് കൊതിക്ക്, ഞാനിച്ചിരി കഴിക്കട്ടെ. ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ കണ്ട, കളർ കണ്ടോ, പുതിയ പാളിയിൽ ഉണ്ടാക്കിയ സൂപ്പർ. വിശന്നിരിക്കുമ്പോൾ കുറച്ച് കിട്ടിയാട്ടല്ലോ, ആക്രാന്തം. ഈ തേനീച്ച വളർത്തുന്നതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് അറിയാമോ? ഇതാ, ഇത്രയും വലിയ അട്രാക്ഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ എങ്ങനെ നമ്മളിത് വിട്ടിട്ട് പോവും? കണ്ടോ, തിന്നിട്ടും മതിയാവണില്ല. ഇത് ഇപ്പം ഈ ഒരു പീസ് എടുത്താൽ തന്നെ 1 സ്പൂണിന് മീതെ തേനുണ്ട് കേട്ടോ. തേൻ്റെ ക്വാണ്ടിറ്റി ഇതിൻ്റെ കോമ്പിൽ വരുമ്പോഴത്തേക്കും തേൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്. ശരിക്കും ഒരു സാധാരണ ഇപ്പോൾ ഈ സ്വർണ്ണ ഫ്രെയിമിൽ ഒരു 1/2 കിലോ തേനൊക്കെ ഒരു പാളി തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ അത്രത്തോളം ബൾജ് ചെയ്തൊക്കെ വരുമ്പോൾ ആ ഒരു രീതിയിലൊക്കെ വരും. അപ്പോൾ ഇതിൻ്റെ കാണുമ്പോൾ നമുക്ക് അത്ര തോന്നിയില്ലെങ്കിലും തേനിന് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തൂക്കത്തിൽ നല്ല അളവ് വരും കേട്ടോ. അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ 1 സ്പൂണിന് മീതെ ഉണ്ട് എന്തായാലും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കഴിക്കുമ്പോൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൺട്രോളൊന്നും ഇല്ല, കുറച്ചൊക്കെ കൂടുതൽ ചെല്ലും, സ്വാഭാവികമായിട്ടും ചെല്ലും അത്. അപ്പം അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗത്ത് കാര്യമായിട്ടില്ല, ആ ഒരു കുറച്ചുള്ളൂ, നിറച്ച് വരണേ ഉള്ളൂ. ഇതൊക്കെ ഈസിയായിട്ട് ഇട്ടിട്ട് നമുക്ക് വിഴുങ്ങാം. അപ്പം എന്തായാലും അത് ചെത്തി മുഴുവൻ മാറ്റി നമുക്ക് മാറ്റി വെക്കാം. ഇത്രയൊക്കെ തിന്നാൽ മതി, ഇനി തിന്നാ പണിയാ. അതൊന്നും കാര്യമായിട്ടില്ല കേട്ടോ. കണ്ടോ, മടിയന്മാരി ഇരിക്കണം കേട്ടോ. എവിടെയാണെന്നുള്ള സ്ഥലം മനസ്സിലായോ? സൂപ്പറിൻ്റെ ഫ്രെയിമിൽ ഇതിനകത്ത് നിറച്ച് തേനാ. കണ്ടോ, ഇതിനകത്ത് മുട്ടയൊന്നും ഇടുന്ന സ്ഥലമല്ല, ഇത് തേൻ നിറയ്ക്കുന്ന സ്ഥലം. അവിടെയാണ് ഈ മടിയന്മാർ. താഴത്തെ ഫ്രെയിം എടുത്തപ്പോൾ നമ്മൾ ഇതിനകത്ത് അധികം ഇങ്ങനെ മടിയന്മാർ ഈച്ചനൊന്നും കണ്ടില്ല. കറുത്ത ഈച്ചകൾ കണ്ടോ, ഇതാണ് ആണീച്ച. മടിയന്മാരെന്ന് പറയും. ഒരു വേറെ പണിയൊന്നും കൊടുക്കുന്ന ആൾക്കാരല്ല, അവർ തീറ്റ ഉറക്കം മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള മടിയന്മാരാണിത്. അവരിരിക്കുന്ന സ്ഥലം കണ്ടോ, ആ തേനുള്ള സ്ഥലത്തേക്ക് കയറിയേക്കാണ്. അവർ തേൻ കുടിക്കുക, ലാവിഷായിട്ട് നടക്കുക, ഇതാണ് അവരുടെ ജോലി. അവർക്ക് ആകെ ഉള്ള ഒരു ജോലി എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് മാത്രമാണ്. ആ ഒരു സമയത്ത് റാണിയുടെ കൂടെ പോവുക എന്നുള്ളതാണ് ഇവർക്കുള്ള ആകെയുള്ള ജോലി. തേനീച്ച കോളനിയിൽ റാണീനെ നമ്മൾ കാണാറുണ്ടല്ലേ, രാജാവിനെ കാണാറുണ്ടോ? എന്തുകൊണ്ടാണ് രാജാവിനെ കാണാത്തെ? അവിടെയാണ് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് തേനീച്ച കോളനിയിൽ രാജാവിനെ കാണാത്തതെന്നുള്ളത്. തേനീച്ച കോളനിയിൽ രാജാക്കന്മാർക്ക് പ്രാക്ക് കിട്ടിയതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാജാവ് വാഴില്ല എന്നുള്ളതാണ് തേനീച്ച കോളനിയുടെ ഒരു പ്രത്യേകത. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെയാണ്
പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരിക്കുന്നത്. അതായത് പുതിയൊരു റാണി ഉണ്ടായി. ആ റാണി ഒരു 6-7 ദിവസം കൊണ്ട് മേറ്റിങ്ങിന് പോകാനായിട്ട് റെഡിയാവും. അങ്ങനെ മേറ്റിങ്ങിന് പോയി റാണി ആണീച്ചകളുമായിട്ട് മേറ്റ് ചെയ്ത്, അതാണ് രാജാവ്. അങ്ങനെ മേറ്റ് ചെയ്യുന്ന ആണീച്ചകളുടെ ജനനേന്ദ്രിയം ഈ റാണിയുടെ ശരീരത്തിൽ നിന്ന് തിരിച്ച് വിട്ടുപോരില്ല എന്നാണ് പറയുന്നത്. അപ്പം അത് ഉടക്കിയിട്ട് അവിടെ പിടിച്ചിരിക്കും. അങ്ങനെ വരുമ്പോൾ ആണീച്ചകൾ അതോടുകൂടി എന്ത് ചെയ്യും? ആണീച്ചകൾ അവരുടെ ജീവൻ അതോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് തേനീച്ച കോളനിയിൽ രാജാവില്ല എന്ന് പറയുന്നതിന് കാരണം. അപ്പം രാജാവ് വാഴില്ല എന്നുള്ളതാണ് തേനീച്ച കോളനിയിലെ ഒരു പ്രത്യേകത. മേറ്റ് ചെയ്യുന്ന സമയത്ത് ജനനേന്ദ്രിയം റാണിയുടെ ഭാഗത്ത് പിടിച്ചിരിക്കും, അത് തിരിച്ചു പോരില്ല. അത് പരസ്പരം വിട്ടുപോകുന്ന സമയത്ത് ആ ജനനേന്ദ്രിയം ആണീച്ചയുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തേനീച്ച കോളനിയിൽ രാജാവ് വാഴില്ലാത്തത്. ഓക്കെ, ഇത്രയും ടൈം ആയതുകൊണ്ട് തേനീച്ച വൈൽഡാവാൻ തുടങ്ങിട്ടോ. കളിക്കൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ തേൻ അത്യാവശ്യം ഫില്ല് ചെയ്ത് വെച്ചേക്കണതാ, ഇവര് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണതാ. അങ്ങനെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് ഈ കോളനിക്ക് നല്ല സ്ട്രെങ്ത് ഉള്ളത് കേട്ടോ. അതുപോലെ കോളനിക്ക് നല്ല സ്ട്രെങ്തും ഉണ്ട്, നന്നായിട്ട് ഈച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത്ര ബുദ്ധിമുട്ടാണോ ഈ റാണീനെ കണ്ടെത്താനല്ലേ? ഈ 10,000-കണക്കിന് ഈച്ചയുടെ ഇടയ്ക്കുന്ന് വേണം ഈ റാണീനെ കണ്ടെത്താനായിട്ട്. ഈച്ച ഒരു മീഡിയം ഈച്ചക്കുള്ളെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ ആദ്യത്തെ പാളി എടുക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പം എല്ലാ പെട്ടിയിലും ഒരുപോലെ ഒന്നുമല്ല. ചില പെട്ടിയിൽ ഇപ്പോൾ ഈച്ചക്ക് ഒരുപാട് എണ്ണം ഉള്ള പെട്ടിയിലൊക്കെ ചില സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. ചില പെട്ടിയിൽ കാണുകയില്ല, ഇപ്പം എത്ര നോക്കിയാലും കാണില്ലാത്ത സിറ്റുവേഷനൊക്കെ നമുക്ക് വരാറുണ്ട്. പ്രത്യേകിച്ച് റാണി സൈഡിൽ ഗ്യാപ്പിലൊക്കെ കയറി ഇരിക്കും. ചിലപ്പോൾ അതിൻ്റെ മീതെയൊക്കെ ഈച്ച പൊതിഞ്ഞൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം അങ്ങനെയും സംഭവിക്കാറുണ്ട്. നമ്മൾ റാണിയെ കാണാൻ പറ്റാതെയൊക്കെ നമ്മൾ പെട്ടി തിരിച്ച് അവിടെ തന്നെ വെച്ചിട്ടൊക്കെ പോകാറുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. റാണിയെ കാണാതെ ട്യൂഷൻ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്, അത് വേറെ കാര്യം. കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാണിയെ കണ്ടില്ല എന്ന് കരുതി അവർ ഡിവിഷൻ ചെയ്താൽ പോകുന്നില്ല, അവരതൊക്കെ ഒപ്പിക്കും. കാരണം ഇന്നിപ്പോൾ നമ്മൾ ഈ പെട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചാൽ നാളെ ഈ പെട്ടിക്കകത്ത് ഏത് പെട്ടിക്കകത്ത് റാണി എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. കാരണം നന്നായിട്ട് ക്യൂൻസിൽ ഫോം ചെയ്യുന്നുള്ളതാണ്. റാണി ഇല്ലാത്തതിൽ നന്നായിട്ട് ക്യൂൻസിൽ ഫോം ചെയ്യും. പിന്നെ ഒരു പരിധി വരെ വേറൊരു കാര്യവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. റാണി ഇല്ലാത്ത പെട്ടിയിൽ ഈച്ച വയലൻ്റായിരിക്കും, പറന്ന് കിടക്കും. നമുക്കൊന്നും നോക്കാതെ തിരിച്ചിരിക്കണോ. ഇതിനെ നമ്മൾ പതുക്കെ ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും. ആകാശത്തിലേക്ക് വേണം കേട്ടോ കുടയാൻ. താഴത്തേക്ക് കുടഞ്ഞാൽ നിലത്ത് ചാടിയിട്ട് വന്ന വഴി തട്ടും. ആകാശത്തിലേക്ക് ആകുമ്പോൾ അവർ പറന്നങ്ങ് പൊക്കോളും. മുകളിലേക്ക് വേണം കുടയാനായിട്ട്. രാജ്ഞിയെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ലല്ലോ. ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടോ, ഇതിനകത്തുള്ള പൂമ്പൊടി എന്ന് പറഞ്ഞാൽ ഹൈ പ്രോട്ടീനാണ് കേട്ടോ. അതാണ് ഈ തേനീച്ചയുടെ എനർജിയുടെ പ്രധാന കാരണക്കാരൻ. അത് താഴെ ചടിയുണ്ട് കണ്ടോ, ആ കഷ്ണം താഴെ ചടിയപ്പോൾ കണ്ടോ, കൊത്ത് വന്നാണ്ടോ, അതിന് വേദന എടുത്തു, അതാ കൊത്താൻ വന്നത് കണ്ടോ. അതിൻ്റെ മുള്ളിരിക്കണ കണ്ടോ. ഈ മുള്ള് കയ്യിലിരിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. ഈ സ്മെല്ല് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേനീച്ച മൊത്തം വയലൻ്റാവും, നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പോൾ ആ ഈച്ച കൂട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് സംഭവിക്കാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈച്ചകളെ മുഴുവൻ ആ തേനീച്ചയുടെ സ്മെല്ല് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈച്ച മുഴുവൻ വയലൻ്റാവാൻ സാധ്യതയുണ്ട്. അപ്പം തൽക്കാലം നമ്മൾ അവിടെ നിന്ന് പതുക്കെ മാറുക. അതിന് ശേഷം ആ മുള്ളൊക്കെ കളഞ്ഞ് ഒന്ന് പതുക്കെ ഒന്ന് കൈ കഴുകിയിട്ടൊക്കെ വന്നാൽ നല്ലതാണ്. ഇവിടെ വെള്ളം കിട്ടാനില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇലയൊക്കെ പറിച്ച് ഒന്ന് പതുക്കെ ഒന്ന് ഒരുമി അതിൻ്റെ സ്മെല്ലൊക്കെ പോകുമ്പോൾ അതിന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഡീൽ ചെയ്യാം. ഇപ്പം ആ ഇലയുടെ സ്മെല്ലാണ് കൂടുതൽ. അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് കേട്ടോ.
അതായത് ഇപ്പം ഇങ്ങനെ പാളിയൊക്കെ അടന്ന് താഴത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ ഇപ്പോൾ റാണി ഇതിനകത്താണെന്ന് വിചാരിക്കുക. ഇപ്പോൾ റാണി താഴത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ ചെറിയ പരിക്കൊക്കെ റാണിക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ കൂട് തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് ക്യൂൻസെല്ലാണ് ഈ ഉണ്ടാക്കിയത് കേട്ടോ. ഏറ്റവും ഇങ്ങനെയാണ് തൂങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്യൂൻസെല്ലിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് വലിപ്പം കണ്ടോ. സാധാരണ രീതിയിൽ ഇതൊരു സെല്ലാണ് സാധാരണ ഈച്ചയുടെ. അതേസമയം ക്യൂനിൻ്റെ സെല്ല് നോക്കി കണ്ടോ, ഇത്രയും വലിപ്പത്തിൽ കുറച്ചുകൂടിയും വലിപ്പം വരും. അതിപ്പം താഴെ ചാടിപ്പം മടങ്ങിയതാണ്. കുറച്ചുകൂടിയും വലിപ്പം വന്നിട്ട് ഒരു ചെറിയ വിരലിൻ്റെ ഇത്രയൊക്കെ വരാൻ പാകത്തിനുള്ള വലിപ്പത്തിൽ ഇതിൻ്റെ സെല്ല് വരും. അപ്പോൾ ഇതിനകത്ത് നിറയ്ക്കുന്ന സാധനമാണ് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു മഞ്ഞപ്പ് കണ്ടോ, റോയൽ ജെല്ലി നിറച്ച് തുടങ്ങിയുള്ളൂ. ആ ഒരു മഞ്ഞപ്പ് കാണാൻ റോയൽ ജെല്ലി നിറയ്ക്കണേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കഴിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാം. ഈ കാണുന്നതൊക്കെ പൂമ്പൊടിയാണ്. ഈ കാണുന്നതൊക്കെ പൂമ്പൊടിയാണ്. പൂമ്പൊടിയും നമുക്ക് അതുപോലെ തന്നെ കുറേശ്ശെ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കഴിക്കാൻ കിട്ടും. ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് കുറച്ചൊക്കെ കഴിക്കാൻ കിട്ടും. ഈ പാളി നമുക്ക് വേറെ വച്ചു കൊടുക്കാൻ പാകത്തിന് അങ്ങനെ അത്ര നല്ല പാളിയൊന്നുമല്ല. അപ്പോൾ പതുക്കെ നമ്മളിത് നേരെ അകത്തേക്ക് ഇടുകയാണ്. അപ്പോൾ എന്തൊക്കെ കിട്ടി ഇന്ന്? തേൻ കിട്ടി, പൂമ്പൊടി കിട്ടി, റോയൽ ജെല്ലി കിട്ടി. ആ കൊത്ത് കിട്ടിയെടുത്ത് നല്ല സുഖാട്ടോ. അവിടെ മിക്കവാറും നീര് വെച്ച് വരാൻ സാധ്യതയുണ്ട്. ഇപ്പം കൊത്ത് കിട്ടാറില്ല. അതുകൊണ്ട് സ്ഥിരം കൊത്ത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ നീരൊന്നും അധികം വയ്ക്കില്ല. പക്ഷെ അധികം കൊത്ത് കിട്ടാത്ത സമയമായതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു കൊത്തൊക്കെ കിട്ടുമ്പോൾ നീര് വയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം ചകിരിയൊക്കെ ആണെങ്കിൽ കത്താൻ എളുപ്പമുണ്ട്. ഇത്തരം ചകിരിയൊക്കെ ആണെങ്കിൽ കത്താൻ എളുപ്പമുണ്ട്. പതുക്കെ തീയങ്ങ് വെച്ച് കൊടുത്തിട്ട് പതുക്കെ സ്മോക്കറിലേക്ക് വെച്ചാൽ ഊതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കത്ത് പിടിച്ചോളും. അപ്പോൾ ഇങ്ങനത്തെ കടക്കഷ്ണം എടുത്തിട്ട് കടഭാഗം എടുത്തിട്ട് വേണം നമുക്ക് കത്തിക്കാൻ എളുപ്പത്തിന്. ആ ഭാഗം എടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. കണ്ടോ, പൂമ്പൊടി മൊത്തം എൻ്റെ വായിലായിട്ടോ. സ്മോക്കർ ഇടയ്ക്കൊന്നും ഊതി കൊടുത്തില്ലെങ്കിൽ കെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്നും ഊതി കൊടുക്കുന്നത് നല്ലതാണ്. കണ്ടു റാണിയെ കണ്ടു. ഇതാണ് റാണി. ഇത് പോണണ്ട. ഈ കൂട്ടിലെ ഒരേ ഒരു റാണി ഇവളാണ്. പോയി പ്രത്യക്ഷമായി. നോക്കാം. കണ്ടോ, ഈ ചില അടികടയാണ്. പെട്ടെന്ന് മാറുമ്പോൾ നമ്മൾ കാണില്ല. കണ്ടോ, ഈ പോണതാണ് റാണി. കണ്ടോ, ഇതാണ് ആ റാണിയുടെ ചുറ്റി ഇരിക്കണുണ്ടോ. കണ്ടോ, അപ്പുറത്തേക്ക് പോകുന്നു. കണ്ടോ, ഇതാണ് റാണി. ഓക്കെ, ഇതാണ് റാണി. ഇവൻ ഒറ്റയ്ക്ക് ഇപ്പം കാണാം, നന്നായിട്ട് കാണാം. കണ്ടോ, ഈ ചില മൂളികൾ കാരണമുണ്ടോ. ഇതാണ് റാണി. ഇതാണ് ഈ കൂട്ടിലെ ഏക റാണി. കണ്ടോ. ഓക്കെ, റാണിയെ കാണാത്തവരില്ലല്ലോ. ദേ പോണു. അപ്പോൾ റാണിയുള്ള ഈ പാളിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ഇതൊന്നും കൈവിട്ട് താഴത്തേക്ക് ആടുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. വളരെ കെയർ ആയിട്ട് ഒരുപാട് ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കാനും പാടില്ല. നമ്മൾ അത്യാവശ്യം നോക്കി കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആ കൂട്ടിലേക്ക് അതിനെ വിട്ടുകൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ ഈ പെട്ടി കൊണ്ടുപോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പെട്ടിയിലേക്ക് നമുക്ക് റാണിയെ കൊടുക്കാം. റാണിയെ ഈ പെട്ടിയിലേക്ക് വയ്ക്കാം. ഇപ്പോൾ 3 പാളി
അടിപ്പെട്ടിയിൽ 3 പാളിയാണ് ഇതിനകത്തുള്ളത്. 3 പാളി ആ പെട്ടിയിലാണുള്ളത്. അതിനുശേഷം നമുക്ക് ബാക്കി 3 ഫ്രെയിം ഇട്ട് കൊടുക്കാം. കരി ഫ്രെയിം ഇട്ട് കൊടുക്കുകയാണ്. ഈ ഫ്രെയിമൊക്കെ ടൈറ്റാക്കി വെക്കാൻ പാകത്തിന് നമ്മൾ ചെറിയ കമ്പുകളൊക്കെ എടുത്തിട്ട് ആ ഫ്രെയിം അനങ്ങാത്ത രീതിയിൽ കൊണ്ടുപോകാനുള്ള പെട്ടിയുടെ ഫ്രെയിം അനങ്ങാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ഉറപ്പിച്ച് വെക്കണം. കാരണം അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആടുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാളിയൊക്കെ പൊട്ടി താഴെ ചാടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടത് ഫില്ല് ചെയ്ത് കറക്റ്റായിട്ട് ടൈറ്റാക്കി വയ്ക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ടൈറ്റായിട്ട് വെച്ച് കൊടുക്കുക. സൂപ്പർ നമ്മൾ റാണിയുള്ള ബോക്സിലാണ് വയ്ക്കുന്നത്. ഈ ഫ്രെയിമിലായിരുന്നു റാണി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫ്രെയിമിൽ അടിയിൽ ഒരു കാരണവശാലും റാണി വരരുത്. നമ്മളിത് വയ്ക്കുമ്പോൾ പ്രസ്സിങ് ആയി റാണിക്ക് അപകടമൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മളവിടെ സ്മോക്ക് ചെയ്ത് കൊടുത്തിട്ട് റാണി മുകളിലേക്ക് കയറ്റിയതിന് ശേഷം വേണം നമ്മൾ വയ്ക്കാനായിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കെയർ ആയിട്ട് ചെയ്യണം. ഇപ്പോൾ ഈ പെട്ടി നമ്മൾ അടയ്ക്കുകയാണ്. ബാക്കി ഇതിനകത്തേക്കും ഇതുപോലെ തന്നെ നമ്മൾ 3 ഫ്രെയിം എക്സ്ട്രാ ഉള്ളത് ഇട്ടു. ഇതിവിടെ വയ്ക്കാനുള്ള പെട്ടിയാണ്. റാണി ഇതിനകത്താണ്. റാണി ഇല്ലാത്ത പെട്ടിയാണിത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഫീഡിങ് കൊടുക്കാനുള്ള ചിരട്ടയും കാര്യങ്ങളൊക്കെ ഇവിടെ വയ്ക്കുകയാണ്. എന്നിട്ട് ഇത് അടയ്ക്കുകയാണ്. കണ്ടോ, ഇതിനകത്തൊരു കുറച്ച് തേനുണ്ടായിരുന്നു. അത് നിസ്സാര സമയം കൊണ്ട് അവർ കാലിയാക്കി പുറമെ എടുത്ത് വെച്ചിട്ട്. അതിനകത്തുനിന്ന് തേൻ കംപ്ലീറ്റ് അവർ വലിച്ചു കുടിച്ചു. കുറച്ച് സൈഡിൽ കൂടെയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞാൻ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. പക്ഷേ അത് മുഴുവൻ വലിച്ചു കുടിച്ചു തേനീച്ച ഓൾറെഡി. ഈ മെഴുക് ഒരുപാട് യൂസ്ഫുൾ ആയ സാധനം കേട്ടോ. നമുക്ക് സാധാരണ കോസ്മെറ്റിക് ഐറ്റംസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മെഴുക് എന്ന് പറഞ്ഞാൽ തേനീച്ചയുടെ മെഴുകാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മിക്കവാറും പെട്രോളിയം ജെല്ലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും നമുക്ക് വരുന്നത്. കാരണം അവൈലബിലിറ്റി അതിനായതുകൊണ്ടാണ് കൂടുതലും വരുന്നത്. പക്ഷേ ഇത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഔഷധ വീര്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു മെഴുക് എന്ന് പറയുന്നത്. അപ്പോൾ തേനീച്ചയുടെ മെഴുകാണ് പണ്ട് മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വാക്സ് ഉണ്ടാക്കാനാണെങ്കിലും, ഇപ്പോൾ നമുക്ക് തണുപ്പ് കാലത്ത് ഉണ്ടാക്കാനുള്ള വാക്സ് ഉണ്ടാക്കാനാണെങ്കിലും ഈ ഒരു മെഴുക് ഉരുക്കിയിട്ട് 200 ഗ്രാം ഇത് മെഴുക് ഉരുക്കി ഈ പാളി ഉരുക്കിയിട്ട് കൃത്യമായിട്ട് മെഴുകാക്കുക. അതിനുശേഷം 200 ഗ്രാം മെഴുക് ഒരു കിലോ വെളിച്ചെണ്ണ, ആ ഒരു കിലോ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് പതുക്കെ ഒന്ന് ചൂടാകുമ്പോൾ ആ മെഴുകിട്ട് മെഴുകങ്ങ് അലിഞ്ഞ് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് വയ്ക്കാം. അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. മഞ്ഞപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഈ മഞ്ഞുകാലത്തൊക്കെ പറ്റാനുള്ള ക്രീം ഉണ്ടല്ലോ, ആ തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന സാധനമാണ്. ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനം ഇതൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല ഔഷധ വീര്യമുള്ള പ്രൊഡക്റ്റ് അതൊക്കെ തേനീച്ചയുടെ മെഴുകെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ശരീരത്തിൽ തേച്ചാലും വേറെ ദോഷങ്ങളില്ല. മറ്റ് സാധനങ്ങൾ നമ്മൾ ശരീരത്തിൽ തേക്കും പോലെയല്ല. അതുപോലെ പണ്ടൊക്കെ മെഴുകുതിരി ഉണ്ടാക്കിക്കൊണ്ടിരുന്നതും ഈ പറഞ്ഞ സാധനം കൊണ്ടാണ്. പെട്രോളിയം ജെല്ലിയൊക്കെ
അത്ര ആവണതിന് മുമ്പായിട്ട് നമ്മൾ പണ്ട് കാലത്തൊക്കെ മെഴുകുതിരി ഇത്തരം പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ മെഴുകുതിരിയൊക്കെ കത്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് ഒരു അണുക്കളുടെയൊക്കെ നാശം സംഭവിക്കുന്നു പറയുന്നത്. അപ്പോൾ അതിനാണ് ഈ മെഴുകുതിരിയൊക്കെ പണ്ട് പോലെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒക്കെ എപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ കെമിക്കൽസൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ശരീരത്തിന് ഗുണമുള്ള സാധനമല്ല, ദോഷമുള്ള സാധനം. പണ്ട് ഈ പള്ളിയിലൊക്കെ മെഴുകുതിരി കത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടുത്തെ അണുനശീകരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മുടെ ഈ തേനീച്ചയുടെ മെഴുകാണ് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള അങ്ങനെയാണ്. ഇനി എനിക്കറിയാൻ പാടാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ തിരുത്തുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പെട്ടി അടച്ചിട്ട് ഇനി നമ്മളിത് അതിൻ്റെ എൻട്രൻസ് അടച്ച് ആണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് കെട്ടി എൻട്രൻസ് അടച്ച് നമ്മൾ 1/2 കിലോമീറ്റർ മാറി വേറെ സ്ഥലത്തേക്ക് വയ്ക്കും. ഈ പെട്ടി നമ്മൾ ഇവിടെ തന്നെ വയ്ക്കും. ഒരാഴ്ച കഴിയുമ്പോൾ, അതായത് ഇന്ന് ചൊവ്വാഴ്ചയാണ്, അടുത്ത ചൊവ്വാഴ്ച നമ്മളിത് തുറന്ന് ഇതിനകത്ത് ഈ പെട്ടിക്കകത്ത് ക്യൂൻ സെല്ലൊക്കെ ഉണ്ടെങ്കിൽ മറ്റേ സ്വാമിങ്ങിൻ്റെ സെല്ല് ഉള്ളത് എല്ലാം ഒന്നും കുത്തി കളഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ കുത്തി കളയാത്ത സെല്ലുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കുത്തിക്കളയും. ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും കുത്തിക്കളയും. അതിനുശേഷം നമ്മൾ ഈ ഒരു ബോക്സിൽ നമ്മൾ ഒരു സെല്ല് നിർത്തിയിട്ട് ബാക്കിയുള്ള സെല്ലുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ ഒരു റാണി കൂടുതൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തിരിഞ്ഞു പോകാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സെല്ല് നിർത്തിയിട്ട് ബാക്കിയുള്ള സെല്ലുകളൊക്കെ നമ്മൾ അതിനകത്ത് കട്ട് ചെയ്ത് കളയും. ഓക്കെ. അപ്പോൾ ഓക്കെ, ഇനി നമുക്കിത് ഇല വെച്ച് അതിൻ്റെ എൻട്രൻസ് അടച്ചിട്ട് നമ്മൾ കെട്ടിയിട്ട് നമുക്ക് വണ്ടി കയറ്റി 1/2 കിലോമീറ്റർ മാറി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ പെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കാണ്. നമുക്ക് ആ പെട്ടി ഇനി ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇത് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വയ്ക്കണം. അപ്പോൾ നമ്മൾ പെട്ടി സ്റ്റാൻഡിൻ്റെ അടുത്ത് കൊണ്ടുവന്നു, സ്റ്റാൻഡിലേക്ക് വച്ചു. അതിന് ശേഷം നമ്മളിവിടെ ഇല വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് കളയണം. അതിക്ക് മുമ്പായിട്ട് നമ്മളിതൊന്ന് തുറന്ന് ഈ കെട്ടൊക്കെ ഒന്ന് അഴിച്ചിടാം. ഇല്ലെങ്കിൽ പിന്നെ കെട്ടയക്കാൻ ചിലപ്പോൾ അവർ നന്നായിട്ട് പറക്കുമ്പോൾ സമ്മതിച്ചില്ലെങ്കിലോ. അപ്പോൾ നമുക്ക് ഈ കെട്ടൊക്കെ ഒന്ന് അഴിച്ചതിന് ശേഷം നമുക്ക് ആ ഇല തുറന്നു വിടാം. അപ്പോൾ ഈച്ച പറന്ന് പൊക്കോളും. ഓക്കെ. ഈ ഇല എടുക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. മറന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അടഞ്ഞിരുന്ന ഈച്ചയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത്ര ഈച്ച ഉള്ളതുകൊണ്ട് ഭയങ്കര ടെമ്പറേച്ചറാണ്. അപ്പോൾ അത് ഈച്ചയൊക്കെ ഇരുന്ന് ലാസ്റ്റ് ചത്തുപോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് തന്നെയല്ല, മുട്ടയും കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ ഒരുപാട് ഓവർ ഹീറ്റ് ആകുമ്പോൾ അതൊക്കെ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഡിവിഷൻ ചെയ്ത് അടച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അരമണിക്കൂർ, ശരിക്കും ഒരു 1/2 കിലോമീറ്റർ മാറി ഒരു അരമണിക്കൂറിനുള്ളിൽ കൊണ്ടുവന്ന് വയ്ക്കണം എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ അതനുസരിച്ചൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് ആ കൂടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതെല്ലാം തുറന്നു വിട്ടു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് പറ്റിയാവുന്ന നോക്കണം, നല്ലതാണ്. ഇപ്പോൾ അടയൊക്കെ പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയാൽ നല്ലതാണ്. പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതൊന്ന് കെട്ടി വയ്ക്കുകയാണെങ്കിൽ അത് സെറ്റായിട്ടിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ എന്താ ചാടി കിടക്കുകയാണെങ്കിൽ അവരവിടെയൊക്കെ വെച്ച് അങ്ങോട്ട് ഈ മെഴുക് വെച്ച് പിടിപ്പിക്കും. പിന്നെ നമുക്കത് ചെത്തിയെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അടങ്ങി കഴിയുമ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് ഡിവിഷൻ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇനി അടുത്ത 8-ാം ദിവസം, ഇപ്പോൾ ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്, അടുത്ത ചൊവ്വാഴ്ച, ആ ചൊവ്വാഴ്ച നമ്മളിത് നോക്കിയിട്ട് ഇതിൻ്റെ ക്യൂൻ സെല്ലുകൾ, അപ്പോൾ ഈ പെട്ടിയിൽ റാണി ഉള്ളതാണ്, ഇതിനകത്ത് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കൊണ്ടുവന്ന സ്ഥലത്ത് അവിടുത്തെ പെട്ടി നോക്കിയിട്ട് അവിടുത്തെ ക്യൂൻ സെല്ല് ഒരെണ്ണം നിർത്തി ബാക്കി ക്യൂൻ സെല്ല് മുഴുവൻ കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച നമ്മൾ അതിന് ഒരു അട, മുട്ടയും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അട, റാണിയുള്ള പെട്ടിയെന്ന് പറയണം, ഈച്ചനെയൊക്കെ മാറ്റിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെട്ടി നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കും. ഓക്കെ. അപ്പോൾ അത് അടുത്ത ആഴ്ചയിൽ നമുക്കത് നോക്കാം, കട്ടിങ്ങിനൊക്കെ കാണിക്കാം കേട്ടോ. ഓക്കെ, എന്നാൽ താങ്ക് യു.